ഒരു തരത്തിൽ പറഞ്ഞ അതുപോലെ തന്നെയല്ല ഞാനും. അല്ല, ഒരു തരത്തിലും നന്ദിനി എടുത്തി അങ്ങനെ അല്ല. രാമേട്ടൻ വർഷങ്ങളായിട്ട് ഗൾഫിലാ. അവിടെ വെച്ച് എന്നെ മരണപ്പെടുകയും ചെയ്തു. പിന്നെങ്ങനെയാ സാവിത്രി എടുത്തി ഗർഭിണിയാവുന്നത്? അല്ല, അതുപോലാണോ ഇത്? ഏട്ടൻ മരിച്ചിട്ട് 41 ദിവസം പോലും ആയിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ നിങ്ങൾ ഒരേപോലെ ആവുന്നത്? ഏട്ടത്തെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. ഇനി ഞാനവിടൊന്നും പറഞ്ഞ് തരികയും വേണ്ട. എങ്കിലും ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഏട്ടത്തി കേൾക്കണം. ഏട്ടൻ മരിച്ചപ്പോ ഏട്ടത്തി ശരിക്കും ഒറ്റയ്ക്കായ പോലെ. ഇവള് കൂടെ ഉണ്ടെന്നാലും അവക്ക് മറ്റൊരു കുടുംബമുണ്ട്, കുഞ്ഞുമുണ്ട്. ഏട്ടത്തി ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഈശ്വരൻ തന്നതാ ഒരു കുഞ്ഞിനെ. മറ്റുള്ളവരെ ഭയന്ന് അതിനെ ഇല്ലാതാക്കി കളയരുത്. പിന്നെ ഇന്ന് കാണിക്കാൻ പോയ പോലത്തെ അബദ്ധങ്ങളും ഇനി ആവർത്തിക്കരുത്. എന്റെ ഏട്ടന്റെ കുഞ്ഞിനെ ഏട്ടത്തി പ്രസവിക്കണം. ഈ വീട്ടിൽ തന്നെ അത് വളരുകയും വേണം. ഞാനിപ്പോ പറഞ്ഞു തന്നെ ആവും എന്റെ ഏട്ടനും ഏട്ടത്തിയോട് പറയാനുള്ളത്. ഏട്ടത്തി വിലക്കിയതുകൊണ്ട് ഇപ്പൊ ഞാനത് ആരോടും പറയുന്നില്ല. പക്ഷേ സന്ദർഭം ഒത്തുവരുമ്പോ ഞാൻ തന്നെ ഇത് അമ്മയോട് സംസാരിക്കും. എന്തു വന്നാലും ഞാൻ സംസാരിച്ച് ശരിയായിക്കോളാം. ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കെ. പോരടി. ഞാൻ പറഞ്ഞില്ലേ അമ്മ, എല്ലാം ശരിയാവുമെന്ന്. ഇനി എന്റെ അമ്മ ഒന്നും ഓർത്ത് കരയണ്ട, സന്തോഷമായിട്ടിരിക്കണം. ഇനി അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളാ ഈ വീട്ടിലും ദൈവം വെക്കും. തങ്കത്താമര നൂലിന്റെ പാവു ചുറ്റി ചുണ്ടിൽ ചന്തമിഴുന്നൊരു കൊഞ്ചലിട്ട് മെല്ലെ വാനിനവേ നീയാലോലം പിഞ്ചിളം പദമായി മായാലോലം. ഞാനിപ്പൊ കരുതിയതേ ഉള്ളൂ ഒരു ജ്യൂസ് കുടിക്കണമെന്ന്. അപ്പോഴേക്കും മോൾ ഉണ്ടാക്കിയോ? ഇത് മാലതി ചെറിയമ്മ കുടിക്കണമെന്ന് കരുതിയ ജ്യൂസ് അല്ല, ഇതൊരു സ്പെഷ്യൽ ജ്യൂസാ. ഒരാൾക്കുള്ള സ്പെഷ്യൽ ജ്യൂസ്. അതെന്താ സ്പെഷ്യല്? ഞാൻ കുടിച്ചാ ശരിയാവില്ലേ? കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ മാത്രം സ്പെഷ്യൽ ആളല്ലല്ലോ മാലതി ചെറിയമ്മ. കരിമ്പിൻ ജ്യൂസോ? അതെ, കരിമ്പിൻ ജ്യൂസ് തന്നെ. ഞാനിത് ആ സ്പെഷ്യൽ ആളിനെ കൊണ്ട് കൊടുത്തിട്ട് വരാം. മാറി മാറി മാറി. നീ ഇവിടെ വന്ന് ആലോചിച്ച് നിൽക്കാണോ? ചോറും കറിയൊന്നും ഉണ്ടാക്കണ്ടേ? ചേച്ചി ചോറും കറിയും വെച്ച് നടന്നോ? ഇവിടെ നടക്കുന്നൊന്നും അറിയണ്ട. എന്താ മീനാക്ഷി എന്താ കൊണ്ടുപോയെന്ന് അറിയാവോ? ജ്യൂസ്. അത് വെറും ജ്യൂസ് അല്ല, കരിമ്പ് ജ്യൂസാ. അതിനെന്താ, അവള് കരിമ്പിൻ ജ്യൂസ് കുടിക്കട്ടെ. നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കുടിച്ചോ. അതിന് എനിക്ക് ഗർഭമൊന്നും ഇല്ലല്ലോ. എന്റെ ചേച്ചി, ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടില് ആരോ ഒരാള് ഗർഭിണിയാ. ആ ഗർഭിണിക്കുള്ള ജ്യൂസാ ഇപ്പോ മീനാക്ഷി ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടു പോയത്. ഓക്കാനവും ഛർദിലും രാവിലത്തെ തലചുറ്റിലും മാറാനും വേണ്ടി ഗർഭിണികൾക്ക് കൊടുക്കുന്ന ജ്യൂസാ അത്. ഞാൻ ഗർഭിണിയായിരുന്നപ്പോ എന്റെ അമ്മ സ്ഥിരം എനിക്ക് അതല്ലേ തന്നോണ്ടിരുന്നേ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ പപ്പായ ജ്യൂസ് കുടിച്ച എന്തിന്? ഗർഭാലസിപ്പിക്കാനല്ലേ അത് കുടിക്കുന്നത്. എന്താ മാലു, ഇന്നലെ അലസിപ്പിക്കാൻ, ഇന്ന് പ്രസവിപ്പിക്കാൻ. അതെന്തോന്ന് ഗർഭം? അതാ എനിക്ക് സംശയം. എനിക്ക് തോന്നുന്നത് ഇന്നലെ പപ്പായ ജ്യൂസ് കുടിച്ചതിന് ശേഷമായിരിക്കും കുഞ്ഞിനെ കളയണ്ടെന്നും പ്രസവിക്കണമെന്നും തീരുമാനിച്ചത്. അങ്ങനെ ആവാലോ. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് ആർക്കാണെന്ന് അറിയില്ലല്ലോ. അതാരായാലും ഈ മാലതി കണ്ടുപിടിച്ചിരിക്കും. അതിനുള്ള വലിയൊരു ബുദ്ധി എന്റെ മനസ്സിൽ വരുന്നുണ്ട്.
ചേച്ചി ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യും. ഞാൻ നേക്കിൽ ചെന്ന് മീനാക്ഷി ആർക്കെങ്കിലും കൊടുത്തതാണോ സ്വന്തമായിട്ട് കുടിക്കുന്നതാണോ നോക്കിട്ട് വരാം. ഉം? ഉം. ആ, പിന്നെ ഇന്ന് കുറച്ച് ചോറ് വെച്ചാ മതിയേ. കാരണം ഞാൻ ഈ രഹസ്യം കണ്ടുപിടിക്കുന്നതോടെ ഇവിടെ പലരുടെയും വയറ് നിറയും. ഉം. ഉം? അപ്പൊ അവള് ജ്യൂസും കൊണ്ട് ഇങ്ങോട്ടല്ലേ വന്നേ? ഇനി എവിടെയെങ്കിലും കൊണ്ടുവച്ച് രഹസ്യമായിട്ട് കുടിക്കുന്നുണ്ടാവോ? ഈ ജ്യൂസിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മോളെ. ആ അങ്ങനെ പറഞ്ഞ പറ്റില്ല. മുത്തശ്ശി ഇത് കുടിച്ചേ. ഇപ്പൊ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാ. ഇതങ്ങ് ഒറ്റ വലിക്ക് കുടിക്കും. ഇപ്പോഴുള്ള ക്ഷീണവും തലകറക്കവും ഒക്കെ മാറട്ടെ. ഇപ്പൊ ഇത് കുടിച്ച ശരിയാവത്തില്ല മോളെ. ഒന്നാമതേ കുറച്ച് മുന്നേ കൂടി ഛർദിച്ചതേ ഉള്ളൂ. അതൊക്കെ ഇത് കുടിക്കുന്നതോടെ മാറും. ഇത് സ്ഥിരമായിട്ട് കുടിച്ച എല്ലിനൊക്കെ നല്ല ശക്തി ഉണ്ടാവും. ഈ സമയത്ത് ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ശ്രദ്ധിക്കുന്നേ? കുടിക്ക് കുടിക്ക്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അമ്പട കള്ളി. ശരി. നന്ദിനി എടുത്തൊരു വിഷയം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എങ്ങനെയാണ് അമ്മയോട് അവതരിപ്പിക്കാം? ഇവിടെ ഒന്നിക്കുവാണോ? ഞാൻ എവിടേക്ക് തിരക്കുന്നറിയാവോ? ജഗദീഷേട്ടന്റെ ഒരു കാര്യം. എന്താടി കാര്യം? ജഗദീഷേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാലേ ജഗദീഷേട്ടൻ ഞെട്ടരുതെന്ന് ഞാൻ പറയില്ല. കാരണം ജഗദീഷേട്ടൻ ഞെട്ടും. എടി വേണേ നീ പറയുന്നതിന് മുമ്പേ ഞാൻ ഞെട്ടാം. എന്നെ ശല്യപ്പെടുത്താൻ നീ ഒന്ന് പോയേ. അങ്ങനെ പോകുന്നില്ല. കാരണം ഞാൻ പറയാൻ വന്ന കാര്യം ജഗദീഷേട്ടന് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാ. എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് തോലയ്ക്കണ്ട മാലതി. ഏട്ടൻ അറിയാവോ, ഈ വീട്ടില് ഒരാൾക്ക് ഗർഭം. ഞെട്ടിയോ? ഞാൻ പറഞ്ഞില്ല ഞെട്ടോന്ന്. നല്ല പ്രായം അല്ലാത്തോണ്ടും ഭർത്താവ് ഒപ്പ ഇല്ലാത്തോണ്ടും നാണക്കേട് കൊണ്ടും അവരത് പുറത്ത് കാണിക്കാതെ വെച്ചിരിക്കുവാ. എടി നേരത്തെ പോലെ നീ വല്ലതും പറഞ്ഞുണ്ടാക്കിയ നീ വീണ്ടും മേടിക്കുവേ. ഇതല്ല, ശരിക്കും ഇതാ സത്യം. നിനക്കെങ്ങനെ ഇത് മനസ്സിലായി? അവര് നിന്നോട് വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. എങ്ങനെ? ആ ഗർഭിണിക്ക് മീനാക്ഷി ഇപ്പോ കരിമ്പിൻ ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നത് കണ്ടിട്ടാ ഞാനിപ്പോ വന്നത്. എടി കരിമ്പ് ജ്യൂസ് കുടിച്ചാ അതിനർത്ഥം ഗർഭിണിയാണെന്നാണ്? അല്ല, പക്ഷേ ഗർഭാവസ്ഥയെക്കുറിച്ച് പരസ്പരം സംസാരിക്കുന്നത് കൂടെ ഞാൻ കേട്ടല്ലോ. ക്ഷീണം, തലകറക്കം, ഓക്കാനം, ഇതൊക്കെ ഗർഭിണികളെ ലക്ഷണമാ. ദൈവമേ, നന്ദിനി എടുത്ത കാര്യം ഞാൻ പറയുന്നതിന് മുമ്പ് ഇവളെല്ലാരെയും അറിയിച്ച് കുളമാക്കൂ. ഷോ, ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാലേ എന്ത് വിചാരിക്കോ എന്തോ, അതും ഈ പ്രായത്തില്. ഏത് പ്രായത്തില്? ഈ പ്രായത്തിൽ എന്തായാലും കുഴപ്പം? നാട്ടുകാരെന്താണെന്ന് വിചാരിച്ചോട്ടെ. ഓഹോ, അപ്പൊ ജഗദീഷേട്ടൻ സപ്പോർട്ടാണല്ലേ? പിന്നെ ഞാനെന്ത് വേണം? പറ്റില്ലാന്ന് പറയണം. പ്രായത്തിന്റെ കാര്യം പോട്ടെ, ഭർത്താവ് അടുത്തില്ലാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എന്റെ വീട്ടുകാര് ചോദിച്ചാ ഞാൻ അവരോട് എന്ത് സമാധാനം പറയും? ഇപ്പോഴല്ലേ ഭർത്താവ് ഇല്ലാതായത്? കൂടെ ഉണ്ടായിരുന്നല്ലോ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവര് പ്രസവിക്കും. ആ കുഞ്ഞ് ഈ വീട്ടിൽ വളരുകയും ചെയ്യും. ജഗദീഷേട്ടന് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഏട്ടന് നാണക്കേട് തോന്നാത്തതേ സ്നേഹം കൊണ്ടാ. ചിലപ്പോ ഇവിടെ ആർക്കും തോന്നില്ലായിരിക്കും. എന്നാലും അവർക്കൊരു വിവരം വേണ്ടേ? ഈ പ്രായത്തിലും തൊട്ടിലാട്ടം നടക്കുന്നു. മാലതി, നീ നിന്റെ നാവും വെച്ച് മിണ്ടാതിരിക്കേ. ഇപ്പൊ ഞാൻ പറഞ്ഞതായോ കുറ്റം? ഇത് എത്ര നാൾ ഒളിപ്പിച്ചു വെക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. വയറ് പുറത്തേക്ക് തള്ളുമല്ലോ, അപ്പൊ എല്ലാവരും അറിയും. എടി, എല്ലാവരും അറിഞ്ഞാൽ എന്താ പ്രശ്നം ഞാൻ ചോദിക്കുന്നത്? എനിക്കൊരു പ്രശ്നമില്ല, മാനക്കേടേ ഉള്ളൂ. പിന്നെ ജഗദീഷ് ഏട്ടനോടൊരു കാര്യം പറയാം. ഈ പ്രസവ ശുശ്രൂഷയ്ക്കൊന്നും എന്നെ വിളിച്ചേക്കരുത്. എനിക്ക് അവരെ താങ്ങി പിടിച്ചോണ്ട് നടക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. നീ നോക്കണ്ട പോരെ.
ഇത് നിങ്ങളോട് ഇവിടെ വന്ന് പറഞ്ഞ എന്നെ മടൽ വെട്ടി അടിക്കണം. നല്ല പ്രായത്തില് 3-4 മക്കളെ പെറ്റിട്ടിട്ട് ഈ കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന വയസ്സാങ്കാലത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മോനും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ നിന്നേ. നീ ആർക്ക് എറുപുണ്ടായ കാര്യം പറഞ്ഞു? നിങ്ങളുടെ അമ്മയ്ക്ക്, അല്ലാതെ ആർക്കാ? ഈ വയസ്സാങ്കാലത്ത് ഓരോരോ മര്യാദയ്ക്ക് സംസാരിച്ചോണം. ദാ, ഇത് കുടിച്ചേ. ഞാൻ ദേവമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കരിമ്പിൻ ജ്യൂസ് ഇത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇത് കുടിച്ച കുഞ്ഞിന് നല്ല ആരോഗ്യവും അമ്മയ്ക്ക് നല്ല ഫ്രഷ്നെസ്സും ഉണ്ടാവും. നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ? ഞാനേ ഇന്റർനെറ്റിൽ നോക്കിയപ്പോ കണ്ടതാ. ഇനി ഇതുപോലെ പലതും ഉണ്ട്. അതൊക്കെ ഞാൻ സമയാസമയം ഉണ്ടാക്കി തരാം. ദേവമ്മ ഈ മുറിക്കകത്തിരുന്ന് ബുക്കൊക്കെ വായിച്ചിരുന്നാ മതി. മോളെ, നീ എനിക്കിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഇവിടെ ആരെങ്കിലും കണ്ട അവർക്ക് സംശയം തോന്നില്ലേ? അവസാനം നീ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പദ്ധതിയൊക്കെ പൊളിയും. അങ്ങനെയൊന്നും പൊളിയില്ല. ഞാനേ 2 ജ്യൂസ് ഉണ്ടാക്കി. ഒന്ന് മുത്തശ്ശിക്ക് കൊടുത്തു, രണ്ടാമത്തേതാ ഇത്. മുത്തശ്ശിക്കും കൊടുത്തോണ്ട് ആർക്ക് സംശയം തോന്നില്ലല്ലോ. അത് മാത്രല്ല, ഞാൻ ഒരെണ്ണമേ ഉണ്ടാക്കിയുള്ളൂ എന്ന് മാലതി ചെറിയമ്മ ഇതങ്ങനെ അധികം നാൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അത് ചെറിയച്ഛൻ പറഞ്ഞ് ശരിയാക്കിക്കോളും. ഇല്ലെങ്കിൽ വേറെ ഒരുപാട് വഴികളുണ്ടല്ലോ. ഇവിടെ എല്ലാരും അറിയുന്നവരെ ദൈവമ്മയുടെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. എന്താ പോരെ? ദൈവം ഇത് കുടിച്ചിട്ട് റെസ്റ്റ് എടുക്ക്. ഞാനിപ്പോ വരാം. മീനാക്ഷി എന്താ കൊണ്ടുപോയെന്ന് അറിയാവോ? ജ്യൂസ്. അത് വെറും ജ്യൂസ് അല്ല, കരിമ്പ് ജ്യൂസാ. അതിനെന്താ, അവള് കരിമ്പിൻ ജ്യൂസ് കുടിക്കട്ടെ. നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കുടിച്ചോ.
അതിന് എനിക്ക് ഗർഭമൊന്നും ഇല്ലല്ലോ. ഓക്കാനവും ഛർദിലും രാവിലത്തെ തലചുറ്റിൽ മാറാനും വേണ്ടി ഗർഭിണികൾക്ക് കൊടുക്കുന്ന ജ്യൂസാ അത്. ഞാൻ ഗർഭിണിയായിരുന്നപ്പോ എന്റെ അമ്മ സ്ഥിരം എനിക്ക് അതല്ലേ തന്നോണ്ടിരുന്നേ. എനിക്ക് തോന്നുന്നത് ഇന്നലെ പപ്പായ ജ്യൂസ് കുടിച്ചതിന് ശേഷമായിരിക്കും കുഞ്ഞിനെ കളയണ്ടെന്നും പ്രസവിക്കണമെന്നും തീരുമാനിച്ചത്. അങ്ങനെ ആവാലോ. ഈ വീട്ടില് ആരോ ഒരാൾ ഗർഭിണിയാണ്. ഒരുമാതിരി ഗർഭിണികളുടെ ലക്ഷണങ്ങളാ നന്ദിനിയടുത്ത് ഇപ്പൊ കാണിക്കുന്നത്. മോളെ നന്ദിനി, പോയി ആരതി എടുത്തോണ്ട് വാ. ആ, മാലതി ചെയ്യും അമ്മേ. അല്ല, നിനക്കെന്ത് പറ്റി? ഒന്നുമില്ലമ്മേ. മാലതി പറഞ്ഞ ഗർഭിണി നന്ദിനിയാണോ? അത് ശരി, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ അടുക്കളയിലേക്ക് പോയി കാണുമെന്ന്. മോളെ, സത്യം പറഞ്ഞ ഇവിടെ നല്ല ബോറടിക്കുന്നുണ്ട്. ഈ മുറിയില് എത്ര നേരം പറഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നത്? അതൊന്നും സാരമില്ല. എത്ര ബോറടിച്ചാലും ഇതിനകത്ത് തന്നെ ഇരുന്നാ മതി. ദൈവം വിഷമിക്കണ്ട. ഈ കാര്യം ഇവിടെ എല്ലാവരും അറിയുന്നത് വരെയുള്ള പ്രശ്നമേ ഉള്ളൂ. അത് കഴിഞ്ഞ് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അതിന് ഞാൻ ഇതിനകത്ത് തന്നെ ഇരുന്നിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. ഇവിടെ ബാക്കിയുള്ളവർക്ക് സംശയം വല്ലതും തോന്നി എന്തെങ്കിലും ഇതേപ്പറ്റി ചോദിച്ചാ ദേവമ്മ പതറും. തഞ്ചത്തിൽ ചെറിയച്ചൻ പറഞ്ഞ് ശരിയാക്കാനിരിക്കുന്ന കാര്യം ദേവമ്മയിലൂടെ എല്ലാരും അറിയും. അത് ചിലപ്പോ പ്രശ്നമായിന്നും വരും. അതുകൊണ്ടാ ഇവിടെ തന്നെ ഇരിക്കാൻ ഞാൻ പറയുന്നത്. അത് ജഗദീഷ് എന്താണാവോ അമ്മയോട് പറയാൻ വൈകുന്നത്? അത് ആലോചിക്കുമ്പോ തന്നെ കൈയും കാലും വിറയ്ക്കുക. ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ചെറിയച്ചനോട് പോയി സംസാരിക്കാം. നേരത്തെ ഞാനത് സംസാരിക്കാൻ പോയപ്പോ അവര് ഭാര്യയും ഭർത്താവും തമ്മില് വഴക്കിട്ട് നിൽക്കായിരുന്നു. അതുകൊണ്ട് പറ്റിയില്ല. ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ. ഇന്ന് തന്നെ മുത്തശ്ശിയോട് എല്ലാം പറയാം. വെറുതെ എന്തിനാ അത് മനസ്സിനകത്ത് വെച്ച് നമ്മൾ ടെൻഷനാവുന്നത്? ദൈവമ്മ സമാധാനായിട്ടിരിക്കെ. ചെറിയച്ചനോട് സംസാരിച്ചിട്ട് ഞാനിപ്പോ വരാം. മറ്റാരും കാണാതിരിക്കാൻ മുറിയിൽ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് കുടിച്ചിട്ട് പോവാണല്ലേടി. മീനാക്ഷി ഗർഭിണിയാണെന്നുള്ള കാര്യം ജഗദീഷ് ചേട്ടനെ ഇപ്പം തന്നെ അറിയിക്കും. അയ്യോ മാലതി, ഇനിയും നീ ആലോചിക്കാതെ എടുത്തു ചാടി അടി വാങ്ങരുത്. ഇനിയും ഒരടി കൂടി വാങ്ങാനുള്ള കരുത്ത് നിന്റെ കവളിനില്ല. വേണ്ട. അതുകൊണ്ട് കൺട്രോൾ മാലതി.
ജഗദീഷേ, എന്താ ചേച്ചി? ഞാൻ നിന്നോടൊരു കാര്യം പറയാനാ വന്നത്. ഇതിന്റെ ഒരു സംശയം മാത്രം. നിന്നോട് സംസാരിച്ചിട്ട് അന്വേഷിച്ചുറപ്പിക്കാന്ന് വെച്ചു. ചേച്ചി എന്തായാലും കാര്യം പറ. നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ചിലപ്പോ ഞാൻ പറയുന്നത് കേൾക്കുമ്പോ നിനക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റിയില്ലെന്ന് വരും. എന്റെ ചേച്ചി ടെൻഷനാക്കാതെ കാര്യം പറ. എടാ, നമ്മുടെ നന്ദിനിയടത്തി ഗർഭിണിയാണോന്നൊരു സംശയം. എടാ, എന്റെ ഒരു സംശയം മാത്രമാ, ശരിയാവണമെന്നില്ല. ചേച്ചി സംശയം ചെന്ന് അമ്മയോട് പറഞ്ഞ കൊളവാകും. നീ എന്താ ആലോചിക്കുന്നേ? ഏ? എടാ ദേ, നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഈ വീട്ടില് ഇങ്ങനൊരു ഒളിച്ചുകളി നടക്കുന്നു എന്നുള്ളത് എന്നോട് ആദ്യം പറഞ്ഞതേ മാലതിയെ. അവള് പറഞ്ഞതും പിന്നെ എന്റെ ചില സംശയങ്ങളും വെച്ചിട്ട് ഞാൻ നിന്നോടിത് പറഞ്ഞത്. എടാ, ഇത് സത്യമാണോന്ന് എങ്ങനെ അറിയും? എന്റെ ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ചേച്ചി ആദ്യം ഒന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി സംഭവം എന്താന്ന്. എന്ത്? ഭ്രാന്ത്, മുഴു ഭ്രാന്താവക്ക്. എന്റെ ഭാര്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 ദിവസമായിട്ട് അവളിങ്ങനെ ഓരോ പിച്ചും പേയും പറഞ്ഞ് കറങ്ങടക്ക.